നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. നീണ്ട കാത്തിരിപ്പുകൾക്കൊടുവിൽ ഗൾഫ് രാഷ്ട്രങ്ങൾ ചെറിയ പെരുന്നാൾ ആഘോഷങ്ങളിലേക്ക് കടക്കുകയാണ്. അതെ, ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. കൊറോണ വ്യാപനം നൽകിയ പ്രതിസന്ധി മൂലം ഒട്ടനവധി പ്രവാസികളാണ് കഴിഞ്ഞ 2.5 വർഷത്തോളമായി നാട്ടിൽ പോകാനോ നാട്ടിൽ പോയവർക്ക് തിരികെ ഗൾഫ് രാഷ്ട്രങ്ങളിൽ എത്താനോ സാധിക്കാതിരുന്നത്. എന്നാൽ ഇളവുകൾ വന്നതോടെ തന്നെ ഏവരും അതീവ സന്തോഷത്തിലാണ്. കൂടുതൽ ഇളവുകളോടൊപ്പം തന്നെ കൂടുതൽ തൊഴിലവസരങ്ങളും ഗൾഫ് രാഷ്ട്രങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആയതിനാൽ തന്നെ ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് എത്തിച്ചേരാൻ കാത്തിരിക്കുകയാണ് പ്രവാസികൾ. പെരുന്നാൾ അവധിയോടനുബന്ധിച്ച് ഒട്ടുമിക്കവരും നാട്ടിൽ പോകാൻ കാത്തിരിക്കുകയാണ്. ആയതിനാൽ തന്നെ കൂടുതൽ സർവീസുകൾ പല വിമാന കമ്പനികളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്നാലോ ഖത്തറിലേക്ക് വരുന്നവർക്ക് ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഇനി മുതൽ ഇത്രാസ് രജിസ്ട്രേഷൻ നിർബന്ധമില്ല എന്ന വാർത്തയാണ് ഖത്തർ പങ്കുവച്ചിരിക്കുന്നത്. പ്രതിരോധ മാർഗങ്ങൾ പാലിക്കുന്ന GCC പൗരന്മാർ, GCC നിവാസികൾ, യൂറോപ്യൻ പൗരന്മാർ, യൂറോപ്യൻ നിവാസികൾ എന്നിവർക്കാണ് ഈ ഇളവ് നൽകിയിട്ടുള്ളത്. ഇത്രാസ് വെബ്സൈറ്റ് പ്രകാരം ഖത്തറിലെത്തുന്ന എല്ലാ യാത്രക്കാരും മുൻകൂട്ടി തന്നെ ഇത് രജിസ്റ്റർ ചെയ്തിരിക്കണം. എന്നാൽ ഗൾഫ് രാജ്യങ്ങളിലെ പൗരന്മാരും നിവാസികളും അതാത് രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന കോവിഡ് ഹെൽത്ത് ആപ്പുകളിലെ പ്രതിരോധ മാനദണ്ഡങ്ങൾ പാലിച്ചാൽ മതിയാകുമെന്നും അധികൃതർ പറയുകയാണ്. ഓരോ ഗൾഫ് രാഷ്ട്രങ്ങളും ഓരോ ആപ്പാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അതാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. സൗദി അറേബ്യ തവക്കൽന, UAE അൽ ഹുസൻ, ബഹ്റൈൻ ബിയവേർ, ബഹ്റൈൻ കുവൈറ്റ് ഷ്ലോനിക്, ഒമാൻ തറാഷുദ് പ്ലസ് എന്നിവയാണ് ഗൾഫ് രാജ്യങ്ങളിലെ അംഗീകൃത ആരോഗ്യ ആപ്പുകൾ എന്നത്. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കുക, ഖത്തറിലെത്തി 24 മണിക്കൂറിനുള്ളിൽ സ്വകാര്യ ക്ലിനിക്കുകളിൽ നിന്ന് റാപ്പിഡ് ആന്റിജൻ പരിശോധന ചെയ്താൽ മതിയാകുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയനിലെ പൗരന്മാർക്കും താമസക്കാർക്കും പ്രതിരോധ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന കോവിഡ് ആപ്പ് ഉണ്ടായാൽ മതിയാകുന്നതായിരിക്കും. ഇവർ ഖത്തറിലെത്തി 24 മണിക്കൂറിനുള്ളിൽ ഏതെങ്കിലും അംഗീകൃത ലാബിൽ നിന്ന് കോവിഡ് റാപ്പിഡ് PCR ടെസ്റ്റ് എടുത്താൽ മതിയാകുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഈ ഒരു അവസരത്തിൽ ഒന്നുകൂടെ പറഞ്ഞുകൊള്ളട്ടെ, അതാത് ഗൾഫ് രാഷ്ട്രങ്ങൾ അംഗീകരിച്ച ആപ്പുകൾ ഉപയോഗിക്കുക. സൗദി അറേബ്യ തവൽക്കനെയാണ് അംഗീകരിച്ചിട്ടുള്ളത്. UAE അൽ ഹുസൈനും, ബഹ്റൈൻ ബിയവേർ, ബഹ്റൈനും കുവൈറ്റിലും ഷ്ലോനിക് ആപ്പുണ്ട്. ഒമാൻ തറാസുദ് പ്ലസ് എന്നിവയാണ് ഇവർ അനുവദിച്ചിട്ടുള്ളത്. ആയതിനാൽ തന്നെ ഇത്തരത്തിൽ യാത്ര ചെയ്യുന്നവർ കൂടുതൽ മുൻകരുതലുകൾ പാലിച്ചുകൊണ്ട് കൃത്യമായി നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണം എന്നാണ് അധികൃതർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇളവുകൾ നൽകുന്നുണ്ട് എങ്കിലും ഇതോടൊപ്പം തന്നെ പറയുന്ന മുൻകരുതലുകൾ എല്ലാ പ്രവാസികളും തന്നെ പാലിക്കേണ്ടതാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.